സ്വർഗീയ സംഗീതമായി ഉള്ളിൽ നിറയുന്നു ദൈവസ്നേഹം അനുഭവിക്കാൻ ഒന്നായി ചേർന്നു പാടാം അനുഭവിക്കാൻ ഒന്നായി ചേർന്നു പാടാം സ്വർഗവാണി സ്വർഗവാണി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് വീണ്ടും തന്നിരിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങളുമായി സ്വർഗവാണി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഇതാരാണ് വിളിക്കുന്നത്? ബാബു ചാക്കോ. ബാബു ചാക്കോ, എവിടുന്നാണ്? തിരുവല്ല. തിരുവല്ല. ഓക്കെ. അങ്കിള് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുവാണോ അതോ റിട്ടയർഡ് ആണോ? ഞാൻ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ല. മറ്റേ കേബിൾ വിഷൻ ആണോ ഏഷ്യാനെറ്റിന്റെ? അതെ, നമ്മളെ ഏഷ്യാനെറ്റ് കേബിൾ വർക്കില്ലേ, നെറ്റ്വർക്ക്. അങ്കിള് വീട്ടിലാരൊക്കെയുണ്ട്? കളക്ഷൻ. എന്തോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും വൈഫും മൂത്ത മകന്റെ കുഞ്ഞുമുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ. ഒത്തിരി ഗാനങ്ങളൊക്കെ ഒത്തിരി സന്തോഷം പകരുന്നതാണ് അല്ലേ? അതെ. ഇന്നത്തെ ദിവസം പഴയ പാട്ടുകളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ കൂടുതലായും നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാമില് ഉൾപ്പെടുത്തിയിരിക്കുന്നതും പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം പഴയ പാട്ടുകളാണ്. അതെ, അതിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു മാധുര്യം ഒക്കെ വേറെ തന്നെയാ പഴയ സോങ്ങിന്റെ. അപ്പം ഏതെങ്കിലും ഒരു പഴയ സോങ്ങിന്റെ ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി. നമ്മുടെ സാധു കൊച്ചിന് പ്രതീക്ഷയുടെ എന്റെ ദൈവം മഹത്വത്തിൽ നിന്നുള്ള പാട്ട് വളരെ ഇതാണ്. അതെ, അതിന്റെ തന്നെ ആ ഒരു സോങ്ങിന്റെ 2 വരി അങ്കിളിനെ ഏറ്റവും ബലപ്പെടുത്തിയ അതിനകത്തൊരു വരി പാടിക്കോ. എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവനായി ജീവിക്കുന്നു. ആ പാട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഒരു സോങ്. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ആ പാട്ടിന്റെ തന്നെ 2 വരി പ്രിയ അങ്കിളിനും കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പാടുന്നതായിരിക്കും. ഓക്കെ. തീർച്ചയായും നമ്മളുടെ സ്വർഗവാണിയിലേക്ക് ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കുടുംബത്തെ. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. നമ്മളിപ്പം വിളിച്ചത് ബാബു തോമസ് അല്ലേ, തിരുവല്ലയിൽ നിന്ന്. അദ്ദേഹം നല്ലൊരു പ്രത്യാശയുള്ളൊരു മനുഷ്യനാണ് അല്ലേ. നമ്മൾ ആ സെലക്ഷൻ, ആ സോങ്ങിൻ്റെ സെലക്ഷൻ നമുക്ക് മനസ്സിലാവും. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ശോണി തന്നിൽ ക്ലേശിപ്പാൻ എന്ത് കാര്യമാണെന്നാണ് ഒരു ഭക്തൻ ചോദിക്കുന്നത്. നമുക്ക് അപ്പോൾ ആ ഒരു സോങ്ങിലെ കുറച്ച് വരികൾ നമുക്ക് പ്രിയ കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ആ ഗാനത്തിലേക്ക് ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം നമ്മളെ പോറ്റുന്നു. ആ ഒരു വരി തന്നെ നമുക്ക് അങ്കിളിന് വേണ്ടിയിട്ട് പാടി. അതല്ലേ, അതെ, എല്ലാവർക്കും വേണ്ടി, നമ്മുടെ സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാം നമുക്ക് ആ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആരും നാളെ കൊണ്ട് ഒരു ഭാരവും വേണ്ട. ഓരോ നാളും വിശ്വസ്തനായിട്ട് കർത്താവിൻ്റെ കരം അവിടെ ഉണ്ട്. ആ കരം നമ്മളെ ഓരോ നിമിഷവും ആശ്വസിപ്പിക്കട്ടെ. ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം.
അന്വേഷിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എന്ത് മനോഹരമായ ഒരു സോങ് ആണല്ലേ. നാളെ കൊണ്ട് ഒരു ഭാരവും നമുക്ക് വേണ്ട, ജീവിതത്തിൽ ഒരു പ്രയാസവും വേണ്ട. കാരണം ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനംതോറും എന്നെ അങ്ങനെ നടത്തുന്ന ദൈവത്തിൻ്റെ കൈകളിലേക്ക് എനിക്ക് എങ്ങനെ ചാരാതിരിക്കാൻ കഴിയും? ഒരു ഭക്തൻ്റെ വളരെ ആശ്വാസം നിറഞ്ഞ ഒരു വരികളാണ്. ഏതൊരവസ്ഥയിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന വരികളാണ്. അതെ അതെ. അത് വീണ്ടും വീണ്ടും കേൾക്കുന്നവർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത പാട്ടുകളാണ്. ശേഖരത്തിലുള്ള ഒന്നാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ വളരെ മനോഹരമായ ഒരു സോങ്ങാണ് നമ്മൾ കേട്ടത്. ഒരു എന്താ പറയുക, ആ പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തേങ്ങലുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് ആരാണ് വിളിക്കുന്നത്? ബാബുരാജൻ. ആങ്കളുടെ വീട് ഒന്ന് പറയാമോ? സ്ഥലം കുരീപ്പുഴ. കുരീപ്പുഴ ട്രിവാൻഡ്രം ആണോ? കൊല്ലം കുരീപ്പുഴ. കൊല്ലം കുരീപ്പുഴ എന്നാണ് അല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ടെങ്കിലേ? വീട്ടിലാരൊക്കെയുണ്ട്? ഞാനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ചെറുമോനുണ്ട്. ആണല്ലേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാമിലിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പ്രഷറിന്റെ കംപ്ലൈന്റ് ഉള്ള ആള്. ഭാര്യ വേറെ 3-4 അസുഖം ഉണ്ടായാലും മരുന്ന് കഴിക്കുന്നു. രണ്ട് ആമക്കളുണ്ട്, ഒരു പെയിന്റിങ്ങിന്റെ പണിക്ക് പോയി പനിയായിട്ട് വീട്ടിലിരിക്കുന്നു. എന്തായാലും മക്കളെ, ഞങ്ങൾ അങ്കിളിനെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങളും കുടുംബമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ. മക്കളെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈശോയുടെ ഒരു പാട്ട് കേൾക്കണമെന്നുണ്ട്. ഏതാണെന്നറിയോ? ഏത് പാട്ടാ? മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ മുഖത്തൊരു മുത്തം നൽകി എന്നൊരു പാട്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പഠിച്ചിരുമ്പോഴും പാടുന്നതാ. പക്ഷെ എല്ലാം അറിഞ്ഞൂടാ എനിക്ക്. എല്ലാം മൊത്തം വരിയും പഠിക്കണമെന്നുണ്ട്. ആണോ? അതിന്റെ ഒരു 2 വരി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പറ്റുമോ ആ പാട്ടിന്റെ? പാട്. മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ എനിക്കൊരു മുത്തം നൽകി അതിന്റെ ബാക്കി പൂർണ്ണമാകത്തില്ല. പിന്നെ അങ്ങനെ ഒത്തിരി ബലപ്പെടുത്തുന്ന ഒരു പാട്ടാണ് അതല്ലേ? എനിക്കതൊന്ന് കേട്ട് പഠിക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ട് അങ്കിൾ പഠിക്കണം. ഞങ്ങൾ അങ്കിളിന് വേണ്ടിയിട്ട് മനോഹരമായ ഒരു ഗാനം പാടുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ആ പാട്ട് തീർച്ചയായിട്ടും ഞാൻ അടുത്ത പ്രാവശ്യം ഈ നമ്പറിൽ വിളിക്കുമ്പോ പെൻസിലും പേപ്പറുമായിട്ടൊക്കെ ഇരിക്കുക, അപ്പൊ എഴുതിയെടുക്കാം. അതെ, ഇന്നത്തെ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോക്ക് അങ്കിളിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതും ഒരു സന്തോഷം. ഞാൻ വിളിച്ചതിന് ശേഷം ഇപ്പം 1.5 മാസമായി കാണും. നിരാശയിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മാറി. ഓക്കെ അങ്കിളെ, നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. തീർച്ചയായിട്ടും വീണ്ടും വിളിക്കണം കേട്ടോ സ്വർഗവാണിയിലേക്ക്. അങ്ങനെ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം വിളിച്ചതിൽ. ഇപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ബാബുരാജ് അങ്കിളാണ്. അങ്കിളിന്റെ ഒരു വിഷമം പറഞ്ഞു. കുറേ ടൈംസ് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. കിട്ടാതെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ടൈമിൽ ഞങ്ങളെ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെ ഓർത്ത് ആരും ഭാരപ്പെടണ്ട. അതെ, ആ ഒരു ടൈം. അപ്പം നമ്മുടെ പ്രിയ ബാബു രാജ് അങ്കിളിന് ഇന്ന് ഹാപ്പി ആയിക്കാണ്, കാരണം വിളിച്ചപ്പോൾ കിട്ടി അല്ലേ. അപ്പോൾ പ്രിയ ബാബു അങ്കിൾ പറഞ്ഞ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ഒരു പാട്ടാണ് പറഞ്ഞത്. നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനോഹരമായൊരു ഗാനത്തിൻ്റെ വരികൾ പാടിയിട്ട് തിരിച്ചു വരാം. ഇത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും അതുപോലെ ബാബുരാജ് അങ്കിളിൻ്റെ ഫാമിലിക്കും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
ക്രൂശിൽ പീഡഞ്ഞപ്പോൾ തിരുവിലാവിൽ രക്തം ധാരയായി ഒഴുകിയപ്പോൾ എങ്കിലും എനിക്കായില്ലല്ലോ നിൻ വേദന ഒന്നു പങ്കിടാം എങ്കിലും എനിക്കായില്ലല്ലോ നിൻ വേദന ഒന്നു പങ്കിടാം നിൻ കൃപമതേനിക്കേതു നേരത്തും ബലഹീനതയിൽ പോലും തികയും ശക്തി ആവസിക്കണമേ നിൻ ശക്തി എന്മേൽ എങ്കിൽ ഞാൻ സന്തോഷിക്കും ബലഹീനതയിൽ ആവസിക്കണമേ നിൻ ശക്തി എന്മേൽ എങ്കിൽ ഞാൻ സന്തോഷിക്കും ബലഹീനതയിൽ. വളരെ മനോഹരമായ വരികൾ, വളരെ മനോഹരമായ സംഗീതം. അതെ ഇതിൻ്റെ എല്ലാം കാരണഭൂതയായ ആള് ഫേബ തന്നെയാണ്. ഫേബ എഴുതി ട്യൂൺ ചെയ്ത മനോഹരമായ പാട്ടാണ്. അപ്പം അത് ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതെ, ഒരു നമ്മുടെ പ്രിയ ഇപ്പം നമ്മളെ വിളിച്ച ബാബുരാജങ്കിൾ ചോദിച്ചതൊരു യേശു ക്രിസ്തു ആക്രൂശിക്കപ്പെട്ട ആ ടൈമിലെ അതിനെപ്പറ്റി മനോഹരമായി എഴുതിയ ഒരു ഗാനത്തെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം അത് പാടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്നെ അത് സ്ട്രൈക്ക് ചെയ്തു. ആ ഒരു പാട്ടിൻ്റെ വരികൾ എന്നെ ഒത്തിരി ഞാൻ അറിയാതിരുന്നപ്പോൾ കർത്താവ് എൻ്റെ കൈ പിടിച്ചെഴുതിപ്പിച്ചതും അതുപോലെ കർത്താവ് തന്നെ അതിൻ്റെ ട്യൂൺ നമുക്ക് പറഞ്ഞു തന്നൊരു പാട്ടാണ് അത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ ഒത്തിരി ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി ആ ഒരു കർത്താവ് ക്രൂശിക്കപ്പെട്ട സമയത്ത് അല്ലേ, ആ ഒരു വേദന നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞില്ല അല്ലേ. നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്കൊരു ചെറിയ വേദന വന്ന് നമ്മൾ അവിടെ തീർന്നു. പക്ഷെ കർത്താവിൻ്റെ ആ ഒരു വേദന പങ്കുവെക്കാൻ പറ്റിയില്ലല്ലോ എങ്കിലും നിന്നെ മാത്രം നോക്കി പോകും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടെ ഇനിയും നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് ആ കോളിലേക്ക് കിടക്കാം. ഹലോ ഗുഡ് മോർണിംഗ്. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ മാവേലിക്കര ചെന്നിത്തലയാണ്. ചെന്നിത്തല. ഓക്കെ. ചെന്നിത്തലയിൽ നിന്നും വിളിക്കുന്ന അങ്കിളുടെ പേരൊന്ന് പറയാമോ? തോമസ് ചെറിയാൻ. തോമസ് അങ്കിളെ സുഖമായിട്ടിരിക്കുന്നോ? ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. അങ്കിളുടെ ആ ഒരു സംസാരത്തിലുണ്ടല്ലോ ഒരു ഭയങ്കര ഒരു സ്നേഹം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്കിളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ മോനെ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവര് വെളിയിലാണ്. ഓ ശരി ശരി ശരി. ഓക്കെ. അപ്പൊ വർഷം അങ്കിളെ സന്തോഷമായിട്ടിരിക്കുന്നു? വളരെ സന്തോഷമായിട്ടിരിക്കും. ഈ ഒരു വേൾഡിങ്ങിലേക്ക് പ്രാർത്ഥനയാലും. അതെ. ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഒത്തിരി ടൈം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ടൈം കിട്ടാറുണ്ടല്ലേ? അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അതിലുപരി ഇതേപോലെ നമ്മുടെ സ്വർഗവാണി പോലുള്ള പ്രോഗ്രാമുകൾ കാണാനുള്ള ടൈം കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണുന്നുണ്ടല്ലേ? ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണണം കേട്ടോ. തീർച്ചയായിട്ടും നല്ല പാട്ടുകളാണ്. വളരെ സന്തോഷമാണ് തോന്നുന്നത്. അതെ. അങ്കിളെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടിന്റെ 2 വരികൾ അങ്കിളിന് പാടാൻ പറ്റുമോ? മോനെ ഞാന് നനഞ്ഞൊന്ന് പാടി. പക്ഷെ ഞാനിപ്പോ വെളിയിൽ നിൽക്കുക, ഒരു ക്ലൗഡിൽ നിൽക്കുക ഞാന്. ഓ ശരി. കുഴപ്പമില്ല. അല്ലെ അങ്കിളിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ടതാണ്. ഞാന് ഒരു പാട്ട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്കിളിന് വേണ്ടിയിട്ട് മനോഹരമായ ഒരു ഗാനം പാടുന്നതായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ വിളിച്ചത് നമ്മുടെ തോമസ് അങ്കിളാണ് അല്ലേ?
വളരെ സ്നേഹനിധിയായ ഒരു അങ്കിൾ, ഒത്തിരി അരുമയായിട്ടുള്ളൊരു സംസാരം, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സൊന്ന് നിറഞ്ഞു. പ്രിയ അങ്കിൾ നമുക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു സോങ്. നമ്മുടെ പാട്ടുകളൊന്നും തന്നെ മോശമല്ല, എങ്കിലും ഒത്തിരി ബ്ലെസ്സിങ് ആയിട്ടുള്ള, നമ്മൾക്കും കൂടി എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സോങ് ആണ് താങ്ങും കരങ്ങൾ. JV പീറ്റർ എന്ന മഹാനായ വ്യക്തി, അതെ, JV പീറ്റർ അങ്കിൾ എത്രയോ പാട്ടുകൾ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തതാണ്. അതെ അതെ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ താങ്ങും കരങ്ങൾ ഉണ്ട് എൻ്റെ ഹൃദയം തകരുമ്പോൾ. ആ ഒരു പാട്ടിൻ്റെ വരികൾ നമുക്ക് പ്രിയ അങ്കിളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ദോഷിക്കുന്നു കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. കാലാകാലങ്ങളായിട്ട് ഒളിമങ്ങാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സോങ് ആണ് പ്രിയ JV പീറ്റർ അങ്കിൾ നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത്, അല്ലേ? അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൻ്റെ വരികളിലൂടെ അദ്ദേഹം ഇന്ന് ജീവിക്കുന്നു, അല്ലേ? നമ്മളെയൊക്കെ ഓരോ നിമിഷവും നമുക്ക് ഓരോ പ്രത്യാശ തരുന്ന, നമ്മളുടെ അവസ്ഥകൾ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ പല സമയത്തും എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു ഗാനത്തിൻ്റെ വരികളാണ്. അപ്പം ഈ പാട്ട് രചിച്ച പ്രിയ അങ്കിളിൻ്റെ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, അല്ലേ? നമ്മുടെ കോളർ വെയിറ്റിങ്ങിലാണ്, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ആന്റി, ഇത് ആരാ വിളിക്കുന്നത്? ജാനമ്മ ജോയി. ജാനമ്മ ജോയി. എൻ്റെ അമ്മയുടെ പേര് ജൈനമ്മ ജോയി ആണ്. ജാനമ്മ ജോയി എന്ന് കേട്ടപ്പോൾ ഒരു സിമിലാരിറ്റി, ഭയങ്കര സന്തോഷം. ആന്റി ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? പുനലൂർ അല്ലേ? നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഓക്കെ, ഒത്തിരി സന്തോഷം നിറയ്ക്കുന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രാം, അല്ലേ? ഓക്കെ, അപ്പോൾ സ്ഥിരമായി സ്വർഗവാണി കാണുന്ന നമ്മുടെ ആന്റി നമുക്ക് വേണ്ടി ഒരു 2 വരി സോങ് പാടുമല്ലോ, അല്ലേ? ഒരു 2 വരി പാട്ട് പാട്. ഇരുൾപാതയിലനുദിനവും കതിരൊളി വീശുമെന്നും, ഇരുൾപാതയിലനുദിനവും കതിരൊളി വീശുമെന്നും, അപ്പനമ്മയും കൈവിടുമ്പോ കൈവിടാതെ ശുഭരൻ എനിക്കായി അവനൊരുക്കിടുന്നു, ശ്രേഷ്ഠമേറിയ ഭവനമൊന്നു എനിക്കായി അവനൊരുക്കിടുന്നു, ശ്രേഷ്ഠമേറിയ ഭവനമൊന്ന്. ശരി ആന്റി, വളരെ പ്രത്യാശയുടെ ഒരു ഗാനമാണ് പാടിയത്. നമുക്കായിട്ട് ഭവനം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുവോ, അല്ലേ? നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള വെയിറ്റിംഗിലാണ്. ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ ഞാനിപ്പോ വില്ലേജ് ഓഫീസിൽ വിളിച്ചു. അതാ ഞാൻ ഓക്കെ വില്ലേജ് ഓഫീസിലിരുന്നാണോ പാട്ടൊക്കെ പാടി? ഓക്കെ, നമ്മൾ അവിടെ നിന്ന് വിളിക്കാൻ എവിടെ പാടിയാലും പാടാം. അതെ അല്ലേ? അതാണ് നമ്മളുടെ ഒരു പ്രത്യാശയൊക്കെ അതാണ്. എങ്കിലും ആന്റി അവിടെ നിന്നും വിളിക്കാൻ കാണിച്ച ആ മനസ്സിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ആന്റിക്ക് വേണ്ടി ഞങ്ങൾ മനോഹരമായ ഒരു ഗാനം ഞങ്ങൾ പാടുന്നതായിരിക്കും. കുടുംബത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഓക്കെ ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വീണ്ടും വിളിക്കണം കേട്ടോ.
ആ ഓക്കെ ആൻറ്റി, ഓക്കെ, ആയിക്കോട്ടെ, ശരി. അപ്പോൾ നമ്മളിപ്പം വിളിച്ചത് നമ്മുടെ ജാനമ്മ ജോയി ആൻറ്റിയാണ്. ജൈനമ്മ ജോയി എൻ്റെ അമ്മ. ഇപ്പം വിളിച്ച ആ പേരിനോടൊപ്പം എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പം ആൻറ്റി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിച്ചിരുന്നു, അപ്പോൾ കിട്ടിയില്ലായിരുന്നു. ഇപ്പം വെറുതെ വില്ലേജ് ഓഫീസിൽ നിന്നപ്പോഴത്തേക്കിനും ഒന്ന് വിളിച്ച് നോക്കിയതാണ്. ആ ടൈം തന്നെ കോൾ കിട്ടി. ആൻറ്റി ദൈവത്തിൽ സ്നേഹിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളെയൊന്നും വേണ്ടാന്ന് വെക്കുന്ന കർത്താവല്ല. അപ്പോൾ പ്രിയ ആൻറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടാം. ഓക്കെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. താളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. താളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥാ. വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥാ. നന്ദിയല്ലാതില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്മയല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല അല്ലേ. നമ്മുടെ കരുതലത്തിൽ വഹിച്ച നല്ല ശരിക്കും നമ്മൾ ഇതെന്നും ഈ പാട്ട് പാടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വന്ന വഴികളൊന്ന് ഓർത്താൽ, ഒന്ന് ഓർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. എപ്പോഴും നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കർത്താവ് നടത്തുന്ന വിധങ്ങൾ ഓർത്ത്, കരുതുന്ന വിധങ്ങൾ ഓർത്ത് നമുക്ക് എപ്പോഴും കർത്താവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടിന്റെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡ് ഇന്നിവിടെ കഴിയുകയാണ്. ഇന്ന് നമ്മുടെ കോളേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് കിട്ടാതെ പോയതിന്റെ വിഷമമൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആരും നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഷുവറായിട്ടും ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. മനോഹരമായ ഒരു എപ്പിസോഡിന് തിരശീല വീഴുകയാണ്. ഇത്രയും നേരം നിങ്ങളോട് കൂടെ ചിലവഴിക്കാനായിട്ട് ഞങ്ങൾക്കും സാധിച്ചു. നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒരുപോലെ ബലം പകരുന്നതായിരുന്നു. ഇനിയും നല്ല പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം കാണുന്നത് വരെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.